മൈലാഞ്ചി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല അല്ലേ? അപ്പം മൈലാഞ്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു മൈലാഞ്ചിയാണ് കേട്ടോ ഇത്. മൈലാഞ്ചിയിൽ ഇല്ലെങ്കിലും നമുക്ക് ഈ മൈലാഞ്ചി റെഡിയാക്കി തുടങ്ങാം. എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചിയൊരു ജീരക മൈലാഞ്ചി. രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ നമ്മളുടെ ഈ മൈലാഞ്ചിക്ക്. അപ്പോൾ നമുക്ക് വേഗത്തിൽ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന സാദാ ജീരകം, അതാണ് വേണ്ടത് കേട്ടോ. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാക്കുന്ന അളവിനനുസരിച്ച് ഇപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ സാദാ ജീരകം 4 ടീസ്പൂണും അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മളുടെ എടുത്തു വച്ചിരിക്കുന്ന ജീരകത്തിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതും കറക്റ്റ് 4 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കളറ് വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ കളറ് വയ്ക്കും. പിന്നെ നമ്മൾ ഇതൊന്ന് നെയിൽ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് നനച്ച് കൊടുത്ത് അതിന് ശേഷം പിന്നെയും നമുക്ക് വീണ്ടും അതൊന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുവാണെങ്കിലും കളർ കൂടി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പഴയൊരു പാത്രമാണ്. അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ജീരകവും പഞ്ചസാരയും കൂടെ കേട്ടോ. ഇത് പഴകിയ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതിയാകും, സ്റ്റീലിൻ്റെ പാത്രം എടുത്താൽ മതിയാകും. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ച് ഉണ്ടാക്കാമല്ലോ. അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു ഗ്ലാസ് കൂടി വെച്ച് കൊടുക്കാം. ഇതിനകത്താണ് നമുക്ക് വെള്ളം ശേഖരിക്കേണ്ടത്, ആവി വെള്ളം ശേഖരിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ചെറിയ ഏതെങ്കിലും സ്റ്റീലിൻ്റെ തന്നെ ബൗൾ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ആവി വെള്ളം ചൂടാകുന്നതനുസരിച്ച് അതിനകത്തുള്ള നമ്മുടെ ജീരകവും പഞ്ചസാരയും കൂടെ കരിയും. അതിന് ശേഷം കിട്ടുന്ന ആവിവെള്ളം നമ്മളുടെ ഒരു കുഞ്ഞി കപ്പിൽ ഇതുപോലെ കിട്ടും കേട്ടോ. ഈ വെള്ളമാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ മൈലാഞ്ചിയുടെ കളറായിട്ട്. ഈ വെള്ളമാണ് നമ്മളുടെ കൈകളുടെ നഖങ്ങൾക്കൊക്കെ നിറം നൽകുന്നത് കേട്ടോ. അപ്പം ഒരുപാട് അതങ്ങ് തിളച്ച് വറ്റിപ്പോകാതെ അതിന് മുന്നേ തന്നെ അതെടുത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ ഒഴിച്ച് സൂക്ഷിക്കാവേ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമ്മളുടെ നെയിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് ആ കൺസിസ്റ്റൻസി ഒന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ മൈദയുണ്ടല്ലോ, മൈദ മാവിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലിക്വിഡ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മൈലാഞ്ചിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നെയിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ സൂപ്പറായിട്ടുള്ളൊരു മൈലാഞ്ചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.